വാതുവയ്പ് ആപ്പുകൾക്ക് സംസ്ഥാനത്ത് നിരോധനമുള്ളപ്പോഴാണ് സർക്കാർ സൈറ്റുകളിൽ ഒരു ജാഗ്രത കുറവുണ്ടായോ എന്നൊരു സംശയമുണ്ടാവുന്നത്. മൊബൈൽ ഫോൺ വഴി സർക്കാർ വെബ്സൈറ്റുകൾ തുറന്നാൽ നേരെ പോകുന്നത് ബെറ്റിംഗ് ആപ്പുകളിലേക്കാണെന്ന് ചിലർ പറയുന്നു. സർക്കാർ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്ത് ബെറ്റിംഗ് ആപ്പ് സൈറ്റുകൾക്ക് ആക്സസ് നൽകിയെന്നാണ് സൂചന. വിജിലൻസ്, റവന്യൂ തുടങ്ങിയ പ്രധാന സർക്കാർ വകുപ്പുകളുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും SCRTയുടെയും വെബ്സൈറ്റുകളാണ് ഇത്തരത്തിൽ ബെറ്റിംഗ് ആപ്പ് സൈറ്റുകളിലേക്ക് ഉപയോക്താക്കളെ നയിക്കുന്നത്. ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം. മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ച് സർക്കാർ വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യുമ്പോഴാണ് നേരെ ബെറ്റിംഗ് ആപ്പിലേക്ക് പോകുന്നത്. വിജിലൻസ്, റവന്യൂ തുടങ്ങിയ പ്രധാന സർക്കാർ വെബ്സൈറ്റുകളിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ SCRT വെബ്സൈറ്റിലുമാണ് ഇത് കാണുന്നത്. സർക്കാർ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്ത് ബെറ്റിംഗ് ആപ്പ് സൈറ്റുകൾക്ക് ആക്സസ് നൽകിയതാവാം എന്ന ആശങ്കയുണ്ട്. ഇതിന്റെ അപകടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗവൺമെന്റ് സൈറ്റിലേക്ക് പോകുന്ന ഒരു യൂസറിനെ നമുക്ക് വേണമെങ്കിൽ ഈ റമ്മി പോലത്തുള്ള ആപ്പുകളിലേക്ക് കൊണ്ടുപോകാം. അവരുടെ യൂസർ ഡേറ്റാസ് അവരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കാം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളൊരു പെർമിഷൻ കിട്ടും. മേഘാലയ സർക്കാരിന്റെ ട്രഷറി വെബ്സൈറ്റിലും ഇതേ അവസ്ഥയുണ്ട്. ബെറ്റിംഗ്, ഗെയിമിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്ത ഇൻഫ്ലുവൻസർമാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടുത്തിടെ പോലീസ് പൂട്ടിച്ചിരുന്നു. നിയമവിരുദ്ധ വാതുവയ്പ് ആപ്പുകൾക്കും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുന്നവർക്കുമെല്ലാം സംസ്ഥാനത്ത് പോലീസ് പൂട്ടിടുന്നതിനിടയിലാണ് സർക്കാരിന്റെ വെബ്സൈറ്റുകൾ ഇത്തരത്തിൽ ബെറ്റിംഗ് ആപ്പുകളിലേക്ക് വഴി തുറന്നിടുന്നത്. സർക്കാരിന്റെ പ്രധാനപ്പെട്ട പല വെബ്സൈറ്റുകളും തുറക്കുമ്പോൾ തന്നെ ബെറ്റിംഗ് ആപ്പിലേക്ക് പോകുന്നത് ഹാക്ക് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് എങ്കിൽ അത് നമ്മുടെ സുരക്ഷയെയും സ്വകാര്യതയെയും ബാധിക്കുന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ലേബി, വെരി ഗുഡ് മോർണിംഗ്. ലേബി ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇതിൽ ഈ ചില ലിങ്കുകളൊക്കെ വ്യാപകമായിട്ട് ഈ സർക്കാർ സൈറ്റുകളിലേക്ക് എന്ന മട്ടിൽ പ്രചരിക്കുകയും ആ വാട്സപ്പിലൂടെ പ്രചരിക്കുന്ന ലിങ്കുകൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ വാതുവയ്പ് സംഘങ്ങളുടെ ആപ്പിലേക്ക് ലീഡ് ചെയ്യുന്നത്, അല്ലേ ലേബി? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. അത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ലിങ്കിലേക്ക് കയറുമ്പോഴും ഒപ്പം തന്നെ ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ച് യങ്സ്റ്റേഴ്സൊക്കെ ഇത് സെർച്ച് ചെയ്ത് കയറാറുണ്ട്. ഉപയോക്താക്കൾ എല്ലാവരും തന്നെ അങ്ങനെ സെർച്ച് ചെയ്യാറുമുണ്ട്. അത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ച് ഇത് മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റേതാണെങ്കിൽ റവന്യൂ വകുപ്പ് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നേരെ ഈ വാതുവയ്പ് ആപ്പാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന അപകടം രണ്ടാണ്. ഒന്ന്, വാതുവയ്പ് ആപ്പുകൾക്ക് നിരോധനമുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം വാതുവയ്പ് ആപ്പുകാരെയും അത് പ്രചരിപ്പിക്കുന്നവരെയും പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതൊന്നും അറിയാതെ ഇതിലേക്ക് കയറുന്നവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയാണ്, നേരെ ഇതിലേക്ക് കയറാൻ ഒരു ആക്സസ് ഉണ്ടാവുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ആധികാരികത, സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ തന്നെ സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇതിടയാകും. ഇതിന് വലിയൊരു പ്രചാരം ലഭിക്കുകയാണ്. പുതുതലമുറയൊക്കെ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ കയറുന്നവർക്ക് ഇതിലേക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യവും വരികയാണ്. ഇതിനപ്പുറത്തേക്ക് ഇത് ഹാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥ സംജാതമായിട്ടുള്ളത് എങ്കിൽ മറ്റൊരു അപകടവുമുണ്ട് ഡോക്ടർ അരുൺ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഈ ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ആധാറുമൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തവർക്ക് ഇത് സ്വാഭാവികമായും സുരക്ഷയെയും സ്വകാര്യതയെയും ഒക്കെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും ഉണ്ടാകാം. മാത്രമല്ല, ഇത് ഏതാണ്ട് ഒരു വർഷക്കാലമായി ഇത് ഇത്തരത്തിൽ തുടരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങളൊന്നും ഇത് ശ്രദ്ധിക്കാത്തത് എന്നത് ദുരൂഹം തന്നെയാണ്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊക്കെ കണ്ടതാണ് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെയും ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഇങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വാതുവയ്പ് ആപ്പുകൾ ഇങ്ങനെ സർക്കാർ വെബ്സൈറ്റുകൾ തുറക്കുമ്പോഴേ വരുന്നത് എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, എന്തുകൊണ്ട് ഇത് നടപടിയെടുക്കുന്നില്ല എന്നത് മനസ്സിലാകുന്നുമില്ല ഡോക്ടർ അരുൺ. ഓക്കെ, ലേബിയാണ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജിൻസ് നമുക്കൊപ്പം ചേരുന്നു, ഒരു എത്തിക്കൽ ഹാക്കറാണ് ജിൻസ്. വെരി ഗുഡ് മോർണിംഗ് ജിൻസിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നോ? ഇത് ഞാൻ പക്ഷേ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റിൽ തിരയുന്ന സമയത്ത് സർക്കാർ സൈറ്റുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷേ എന്നാൽ ചില ലിങ്കുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ലിങ്ക് നേരെ നമ്മൾ ലീഡ് ചെയ്യുന്നത് ഇതേ ബെറ്റിംഗ് ആപ്പുകളിലേക്കാണ്. അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ജിൻസ്? അത് എന്താ ചോദിച്ചാൽ, ഇത് ഞാനിപ്പോ കണ്ടുപിടിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബെറ്റിംഗ് ആപ്പിന്റെ പുറകെ പോയപ്പോഴത്തേനും ഞാൻ ഗൂഗിൾ ഡോർക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് ഇതുപോലെ ഇഷ്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു മെത്തഡോളജിയാണ് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ അത് വെച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേനും നമ്മുടെ Kerala.gov.in എന്ന് പറയുന്ന ഗവൺമെന്റ് സൈറ്റുകൾ കണ്ടു. അപ്പൊ ഈ സൈറ്റുകൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോൾ ഞാനിപ്പോ ഒരു സൈറ്റ് എടുത്ത് കാണിക്കും. ഇത് മൊബൈലിൽ മാത്രമേ ലഭ്യമാവുള്ളൂ, ബാക്കിയെല്ലാം 404 യൂസറിനെ റീഡാക്ട് ചെയ്ത് വിടുവാണ്. ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ ഈ റവന്യൂന്റെ എടുക്കുവാണ്. റവന്യൂന്റെ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഞാനിപ്പോ എടുത്തു ഇത് പോകുമ്പോൾ തന്നെ ഞാനിത്
സ്റ്റോപ്പ് കൊടുക്കും. സ്റ്റോപ്പ് കൊടുത്ത് ഞാൻ അതിന്റെ സോഴ്സ് കോഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് വന്നേക്കുന്നത് റവന്യൂയുടെ ഇതിൽ തന്നെയാണ്. കണ്ടോ? അത് മാത്രമല്ല ഞാൻ അതിൻ്റെ അകത്ത് ഒരു റെസ്പോൺസ്, അതായത് നമുക്ക് ഔട്ട് കിട്ടുന്ന സ്ഥലത്ത് അവരത് എൻകോഡ് ചെയ്തിട്ടേക്കുവാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ലിങ്കുകളിൽ പലരും ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണോ? അതെ അതെ അതെ. ഇത് നോക്കി, ഇപ്പം ഇത് ഇവർ എൻകോഡ് ചെയ്ത സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ് ഞാനിപ്പോ എടുത്ത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോകുന്ന സൈറ്റിലേക്ക് ഇത് കണ്ടോ, ഇത് ഞാനിപ്പം എക്സാമ്പിൾ ഇത് ഞാൻ ഡീകോഡ് ചെയ്യുകയാണ്. ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റാണ്, ഈ സൈറ്റാണ് നമുക്ക് പോകുന്നത്. അത് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുക. ആ സൈറ്റ് ഈ സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിവിടെ ഹിഡൻ ആയിട്ട് ഇപ്പൊ ഇട്ടിരിക്കുകയാണ് അവര്. സംഭവിച്ചിരിക്കും. ഇത് ഗവൺമെന്റ് സൈറ്റ് കയറിയിട്ട് ഫയൽസ് ചെന്നിട്ട് മാനേജ് ചെയ്ത് വെച്ചിരിക്കുന്ന അവര് സ്ക്രിപ്റ്റ് ഇട്ടിട്ട്. കാര്യം ഇവിടെ ഓൾറെഡി സ്ക്രിപ്റ്റിന്റെ അകത്ത് അവർ എഴുതിയിട്ടുണ്ട് സെർച്ച് എഞ്ചിൻ, മൊബൈൽ, ആൻഡ്രോയിഡ്, ഐഫോൺ ഇത്ര ഉള്ള മൊബൈൽസ് ഡിവൈസുകളിൽ മാത്രമേ ഈ ലിങ്കുകൾ പോകത്തുള്ളൂ. ഓക്കെ, മനസ്സിലായി. അപ്പം ഇതിനിപ്പോ ചെയ്യേണ്ടത് ഈ സർക്കാർ സൈറ്റുകൾ നിയന്ത്രിക്കുന്ന ആളുകൾ ഇതിനി ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് പരിഹരിക്കുക ജിൻസ്? അതെ അതെ, ഇത് ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് ചെയ്ത 1-2 സൈറ്റ് ഇപ്പം ഫിക്സ് ആണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു ജിൻസ്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ വേറെ കമ്പനിയുടെ സൈറ്റ് ഓക്കെ, താങ്ക് യു ജിൻസ്. അപ്പോൾ എന്തായാലും സർക്കാരിന്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുന്നു. റവന്യൂ, വിജിലൻസ് വകുപ്പുകളുടെ ചില ലിങ്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ലിങ്കുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ജിൻസ് അടക്കമുള്ള എത്തിക്കൽ ഹാക്കേഴ്സ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാരിന്റെ സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്ന ഇത്തരം ബിരുദന്മാരെ നമുക്ക് പുറത്താക്കിയേ പറ്റൂ. അതുകൊണ്ട് സർക്കാരിന്റെ സൈറ്റുകൾ ഇത്തരം കാര്യങ്ങളിലൂടെ നുഴഞ്ഞുകയറ്റം ഉണ്ടോ എന്നുള്ളത്, ഹാക്കിംഗ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. ആ വിഷയം ഫിക്സ് ചെയ്യണം എന്നാണ് നമുക്കും സർക്കാരിനോട് പറയാനുള്ളത്.